അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2023 ജാനുവരിയിൽ നടന്ന KSR ലോവറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. First question, commutation of pension is the advance payment of a portion of monthly pension for a period of dash years. അതായത് മന്ത്ലി പെൻഷന്റെ ഒരു ഭാഗം എത്ര വർഷത്തേക്ക് മുൻകൂറായി നൽകുന്നതിനെയാണ് പെൻഷൻ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്നതാണ് ചോദ്യം. KSR ഓൺലൈൻ 2-ലുള്ള അപ്പൻഡിക്സ് 10-ലാണ് പെൻഷൻ കമ്മ്യൂട്ടേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപ്രകാരം സർവീസ് പെൻഷന്റെ ഒരു ഭാഗം 12 വർഷത്തേക്കാണ് കമ്മ്യൂട്ടേഷൻ എന്ന പേരിൽ മുൻകൂറായി നൽകുന്നത്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി 12 ഇയേഴ്സ്. പരമാവധി സർവീസ് പെൻഷന്റെ 40% വരെയാണ് കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങാവുന്നത് എന്നതും ഓർക്കുക. അടുത്ത ചോദ്യം, ദ ഹയർസ് എലിജിബിൾ ഫോർ ഫാമിലി പെൻഷൻ ഈസ് മെൻഷൻഡ് ഇൻ ദ ഡാഷ് റൂൾ. ഫാമിലി പെൻഷന് അർഹതയുള്ള അവകാശികളെ കുറിച്ച് സൂചിപ്പിക്കുന്നത് KSRലെ ഏത് റൂളിലാണ് എന്നതാണ് ചോദ്യം. KSR പാർട്ട് 3 റൂൾ 90-ലാണ് ഫാമിലി പെൻഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ റൂൾ 90 KSR പാർട്ട് 3. അടുത്ത ചോദ്യം, ഫോർ കാൽക്കുലേറ്റിംഗ് ജോയിനിങ് ടൈം സൺഡേസ് ആർ ഡേഷ്. ജോയിനിങ് ടൈം കണക്കാക്കുന്നതിന് ഞായറാഴ്ചകൾ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. ഇക്കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ജോയിനിങ് ടൈം കണക്കാക്കുന്നതിന് ഞായറാഴ്ചകൾ ഉൾപ്പെടുത്തുന്നതല്ല, അതായത് ഞായറാഴ്ചകളെ ഒഴിവാക്കിയാണ് ജോയിനിങ് ടൈം കണക്കാക്കുന്നത്. അതിനാൽ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി എക്സ്ക്ലൂഡഡ്. KSR പാർട്ട് 1 റൂൾ 127-ലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദ റേറ്റ് ഓഫ് പേ ആൻഡ് അതർ അലവൻസ് ഡ്യൂറിംഗ് ജോയിനിങ് ടൈം ഈസ് ഡേഷ്. ജോയിനിങ് ടൈം കാലയളവിൽ ഒരു ഉദ്യോഗസ്ഥന്റെ ശമ്പളവും അലവൻസുകളും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത് എന്നതാണ് ചോദ്യം. KSR പാർട്ട് 1 റൂൾ 136 പ്രകാരം ഒരു ഉദ്യോഗസ്ഥന്റെ ജോയിനിങ് ടൈം കാലയളവിലെ ശമ്പളം കണക്കാക്കുന്നത് അദ്ദേഹത്തിന്റെ പഴയ തസ്തികയുടെ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ഈസ് അറ്റ് ദ റേറ്റ് ഓഫ് ഓൾഡ് സ്റ്റേഷൻ. അടുത്ത ചോദ്യം, ഡെയിലി അലവൻസ് ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ. ഡെയിലി അലവൻസ് കണക്കാക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് ചോദ്യം. ഡെയിലി അലവൻസ് കണക്കാക്കുന്നത് ഒരു ഉദ്യോഗസ്ഥന്റെ ഗ്രേഡിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്കറിയാം. അത്തരത്തിൽ ഗ്രേഡ് കണക്കാക്കുന്നത് ബേസിക് പേയുടെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആക്ച്വൽ ബേസിക് പേ. അടുത്ത ചോദ്യം, ആഫ്റ്റർ എ കണ്ടിന്യൂസ് halt of 10 days in outstation, the halting place may be treated as. ഹെഡ്ക്വാർട്ടേഴ്സിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് തുടർച്ചയായി 10 ദിവസം ഹാൾട്ട് ചെയ്യുന്ന പക്ഷം ആ സ്ഥലത്തെ എന്തായിട്ടാണ് പരിഗണിക്കുന്നത് എന്നതാണ് ചോദ്യം. KSR പാർട്ട് 2 റൂൾ 60 പ്രകാരം ഒരു ഉദ്യോഗസ്ഥൻ ഒരു സ്ഥലത്ത് തുടർച്ചയായി 10 ദിവസത്തിലധികം ഹാൾട്ട് ചെയ്യുന്ന പക്ഷം ആ സ്ഥലത്തെ ടെമ്പററി ഹെഡ്ക്വാർട്ടേഴ്സായി കണക്കാക്കുന്നതാണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ടെമ്പററി ഹെഡ്ക്വാർട്ടേഴ്സ്. അടുത്ത ചോദ്യം, ബോയ് സർവീസ് മീൻസ് സർവീസ് പ്രയർ ടു ദ ഏജ് ഓഫ്
ഡേഷ്. ബോയ് സർവീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നതാണ് ചോദ്യം. 18 വയസ്സിന് മുൻപുള്ള സർവീസിനെയാണ് ബോയ് സർവീസ് അഥവാ ബാലസേവന കാലം എന്ന് പറയുന്നത്. KSR പാർട്ട് 3 റൂൾ 9 ബോയ് സർവീസിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. അതിനാൽ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ 18. അടുത്ത ചോദ്യം. ഇഫ് ആൻ ഓഫീസർ ഹാസ് എ ടോട്ടൽ ക്വാളിഫയിങ് സർവീസ് ഓഫ് 9 years and 1 day, then it should be rounded off to dash. ഒരു ഉദ്യോഗസ്ഥന്റെ ക്വാളിഫയിങ് സർവീസ് 9 വർഷവും 1 ദിവസവും ഉണ്ടെങ്കിൽ അതിനെ എത്രയായി റൗണ്ട് ചെയ്യും എന്നതാണ് ചോദ്യം. KSR പാർട്ട് 3 റൂൾ 57 പ്രകാരം ഒരു ഉദ്യോഗസ്ഥന് 9 വർഷവും 1 ദിവസവും സർവീസ് ഉണ്ടെങ്കിലും അതിനെ 10 വർഷമായിട്ടാണ് റൗണ്ട് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി 10 years. ഇതുപോലെ തന്നെ 29 വർഷവും 1 ദിവസവും ഉണ്ടെങ്കിലും അതിനെ 30 വർഷമായിട്ടാണ് റൗണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ DCRG കണക്കാക്കുന്നതിനായി 32 വർഷവും 1 ദിവസവും ഉണ്ടെങ്കിലും അതിനെ 33 ആയിട്ട് റൗണ്ട് ചെയ്യുന്നതാണ്. ഈ 3 കാര്യങ്ങളെയുമാണ് സ്പെഷ്യൽ റൗണ്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റേതൊരു വർഷത്തിൻ്റെ കാര്യത്തിലും മാസങ്ങൾ വരുന്ന പക്ഷം അത് 6 മാസമോ അതിൽ കൂടുതലോ ആണെങ്കിൽ തൊട്ടടുത്ത വർഷമായിട്ടും 6 മാസത്തിൽ കുറവാണെങ്കിൽ അതിന് തൊട്ട് മുൻപുള്ള വർഷമായിട്ടുമാണ് റൗണ്ട് ചെയ്യുന്നത്. ഇത്തരം റൗണ്ടിങ്ങിനെ ഓർഡിനറി റൗണ്ടിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സ്പെഷ്യൽ റൗണ്ടിംഗ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ഡേഷ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനാണ് സ്പെഷ്യൽ റൗണ്ടിംഗ് ബാധകമല്ലാത്തത് എന്നതാണ് ചോദ്യം. മുൻ ചോദ്യം വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മിനിമം പെൻഷൻ കണക്കാക്കുന്നതിന്, അതായത് 10 വർഷത്തെ ക്വാളിഫയിങ് സർവീസ് കണക്കാക്കുന്നതിനും മാക്സിമം പെൻഷൻ കണക്കാക്കുന്നതിന്, അതായത് 30 വർഷത്തെ ക്വാളിഫയിങ് സർവീസ് കണക്കാക്കുന്നതിനും അതുപോലെ മാക്സിമം DCRG കണക്കാക്കുന്നതിന്, അതായത് 33 വർഷത്തെ ക്വാളിഫയിങ് സർവീസ് കണക്കാക്കുന്നതിനും മാത്രമാണ് സ്പെഷ്യൽ റൗണ്ടിംഗ് നടത്തുന്നത്. ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് മിനിമം പെൻഷൻ, മാക്സിമം പെൻഷൻ, മാക്സിമം DCRG എന്നിവയാണ്. ഇവയെല്ലാം സ്പെഷ്യൽ റൗണ്ടിങ്ങിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അടുത്ത ചോദ്യം. ലീവ് നോട്ട് ഡ്യൂ ഈസ് ഡെബിറ്റഡ് ഇൻടു ഡേഷ്. ഒരു ഉദ്യോഗസ്ഥൻ ലീവ് നോട്ട് ഡ്യൂ എടുക്കുമ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതിൽ നിന്നാണ് അത് കുറയ്ക്കുന്നത് എന്നതാണ് ചോദ്യം. ഒരു ജീവനക്കാരൻ്റെ ലീവ് അക്കൗണ്ടിൽ ശമ്പളത്തോടു കൂടിയ ലീവുകൾ ഒന്നും തന്നെ അവശേഷിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഭാവിയിൽ ലഭിക്കുന്ന ഹാഫ് പേ ലീവുകൾ മുൻകൂട്ടി കടമായി എടുക്കുന്നതിനെയാണ് ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ലീവ് നോട്ട് ഡ്യൂ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാഫ് പേ ലീവാണ് കുറവ് വരുന്നത്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ഹാഫ് പേ ലീവ് അക്കൗണ്ട്. അടുത്ത ചോദ്യം. ദ മാക്സിമം ഹാഫ് പേ ലീവ് ദാറ്റ് ക്യാൻ അക്യുമുലേറ്റ് ഈസ് ഡേഷ്. ഒരു ഉദ്യോഗസ്ഥന് ക്രെഡിറ്റിൽ സൂക്ഷിക്കാവുന്ന പരമാവധി ഹാഫ് പേ ലീവുകളുടെ എണ്ണം എത്രയാണ് എന്നതാണ് ചോദ്യം. KSR പാർട്ട് 1 റൂൾ 83 ഹാഫ് പേ ലീവുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപ്രകാരം പരമാവധി എത്ര ലീവുകളാണ് ക്രെഡിറ്റിൽ സൂക്ഷിക്കാവുന്നത് എന്നത് പറഞ്ഞിട്ടില്ല. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി നോ മാക്സിമം ലിമിറ്റ്. ഒരു ജീവനക്കാരന് ഓരോ വർഷത്തെയും സർവീസ് പൂർത്തിയാകുമ്പോൾ 20 ഹാഫ് പേ ലീവുകൾ വീതമാണ് ക്രെഡിറ്റിൽ ലഭിക്കുന്നത് എന്നത് ഓർക്കുക. ഇങ്ങനെ
20 ലീവുകൾ വീതം ലഭിക്കുന്നത് കലണ്ടർ വർഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഓരോ വർഷത്തെയും സർവീസ് പൂർത്തിയാകുമ്പോഴാണ് എന്നത് പ്രത്യേകമായി ഓർക്കുക. അടുത്ത ചോദ്യം, ദ ഡേറ്റ് ഓഫ് ഇഫക്റ്റ് ഓഫ് റിട്ടയർമെന്റ് ഈസ് ആൾവേസ് ഓൺ ദ ഡേഷ്. റിട്ടയർമെന്റ് സമയം കണക്കാക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് ചോദ്യം. KSR പാർട്ട് 1 റൂൾ 60 പ്രകാരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ 56 വയസ്സ് പൂർത്തിയാകുന്ന മാസത്തിലെ അവസാന ദിവസം ആഫ്റ്റർനൂൺ ആണ് റിട്ടയർ ആകുന്നത്. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആഫ്റ്റർനൂൺ. അടുത്ത ചോദ്യം, പാർട്ട് ടൈം കണ്ടീജന്റ് എംപ്ലോയീസ് റിട്ടയർ അറ്റ് ദ ഏജ് ഓഫ് ഡേഷ്. അടുത്ത ചോദ്യം, കോമ്പൻസേഷൻ ലീവ് ഈസ് നോട്ട് അഡ്മിസിബിൾ ഫോർ ഡേഷ്. താഴെ തന്നിരിക്കുന്നവയിൽ ആർക്കാണ് കോമ്പൻസേഷൻ ലീവിന് അർഹതയില്ലാത്തത് എന്നതാണ് ചോദ്യം. ഒരു ഉദ്യോഗസ്ഥന് എന്തെങ്കിലും കാരണവശാൽ അവധി ദിവസങ്ങളിൽ ഡ്യൂട്ടി നിർവഹിക്കേണ്ടി വന്നാൽ അതിന് പരിഹാരമായി മറ്റൊരു ദിവസം അനുവദിക്കുന്ന ലീവിനെയാണ് കോമ്പൻസേഷൻ ലീവ് എന്ന് പറയുന്നത്. KSR വോള്യം 1 അപ്പൻഡിക്സ് 7 സെക്ഷൻ 3 കോമ്പൻസേഷൻ ലീവുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപ്രകാരം ഓഫീസ് മേധാവികൾക്ക് കോമ്പൻസേഷൻ ലീവ് ലഭിക്കുന്നതല്ല. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ഹെഡ് ഓഫ് ഓഫീസ്. അടുത്ത ചോദ്യം, ദ മാക്സിമം കാഷ്വൽ ലീവ് ദാറ്റ് ക്യാൻ ബി അവൈൽഡ് അറ്റ് എ സ്ട്രെച്ച് ഈസ് ഡേഷ്. ഒറ്റത്തവണയായി എടുക്കാവുന്ന പരമാവധി കാഷ്വൽ ലീവുകളുടെ എണ്ണം എത്രയാണ് എന്നതാണ് ചോദ്യം. KSR വോള്യം 1 അപ്പൻഡിക്സ് 7 സെക്ഷൻ 1 കാഷ്വൽ ലീവുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപ്രകാരം ഒറ്റത്തവണയായി എടുക്കാവുന്ന പരമാവധി കാഷ്വൽ ലീവുകളുടെ എണ്ണം 15 ആണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി 15. എന്നാൽ ന്യൂഡൽഹിയിൽ ജോലി ചെയ്യുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അവധികൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഒറ്റത്തവണയായി പരമാവധി 20 ദിവസത്തെ ലീവ് എടുക്കാവുന്നതാണ്. ഒരു ഉദ്യോഗസ്ഥന് ഒരു വർഷം 20 കാഷ്വൽ ലീവുകളാണ് അനുവദിക്കുന്നത്. മറ്റ് ലീവുകളോടൊപ്പമോ ജോയിനിങ് ടൈം പീരീഡിനോടൊപ്പമോ കാഷ്വൽ ലീവ് ചേർത്തെടുക്കുവാൻ പാടുള്ളതല്ല എന്ന കാര്യവും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ചൈൽഡ് അഡോപ്ഷൻ ലീവ് ഷാൾ ബി അവൈൽഡ് വിത്ത് ഡേഷ് ഓഫ് ഏജ് ഓഫ് ദ ചൈൽഡ്. ദത്തെടുക്കുന്ന കുഞ്ഞിന് എത്ര വയസ്സ് തികയുന്നതുവരെ മാത്രമാണ് ചൈൽഡ് അഡോപ്ഷൻ ലീവ് അനുവദിക്കുന്നത് എന്നതാണ് ചോദ്യം. KSR പാർട്ട് 1 റൂൾ 102A പ്രകാരം ദത്തെടുക്കുന്ന കുഞ്ഞിന് 1 വയസ്സ് തികയുന്നതുവരെ മാത്രമാണ് ചൈൽഡ് അഡോപ്ഷൻ ലീവ് അനുവദിക്കുന്നത്. അതിനാൽ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ 1 ഇയർ. പരമാവധി 180 ദിവസത്തേക്കാണ് ചൈൽഡ് അഡോപ്ഷൻ ലീവ് അനുവദിക്കുന്നത്. ഈ ലീവ് മെറ്റേണിറ്റി ലീവിന് തുല്യമായി എല്ലാ സർവീസ് ആനുകൂല്യങ്ങൾക്കും പരിഗണിക്കുന്നതാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഫോർ കാൽക്കുലേറ്റിംഗ് ക്വാളിഫയിങ് സർവീസ് ഫോർ പെൻഷൻ 26 years and 5 months can be rounded off to dash years. പെൻഷൻ കണക്കാക്കുന്നതിലേക്കായി 26 വർഷവും 5 മാസവും എന്നുള്ളത് എങ്ങനെയാണ് റൗണ്ട് ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. ഇക്കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. KSR പാർട്ട് 3 റൂൾ 57 പ്രകാരം 6 മാസത്തിൽ കുറവുള്ള മാസങ്ങളെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്.
അതിനാൽ തന്നെ 26 വർഷവും 5 മാസവും എന്നുള്ളതിനെ റൗണ്ട് ചെയ്യുമ്പോൾ 26 വർഷം എന്നാണ് പരിഗണിക്കുന്നത്. അതിനാൽ തന്നെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി 26 ഇയേഴ്സ്. എന്നാൽ 26 വർഷവും 8 മാസവും ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ 27 വർഷമായി റൗണ്ട് ചെയ്യുമായിരുന്നു എന്നത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, പ്രസന്റ്ലി KSR is governed by which of the following act? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ആക്റ്റാണ് KSRന്റെ അടിസ്ഥാനം എന്നതാണ് ചോദ്യം. ഇക്കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പബ്ലിക് സർവീസ് ആക്ട് ആണ് KSRന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനാൽ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി കേരള പബ്ലിക് സർവീസ് ആക്ട്. അടുത്ത ചോദ്യം, KSR പാർട്ട് 2 came into force with effect from dash. KSR പാർട്ട് 2 എന്നു മുതലാണ് പ്രാബല്യം ഉള്ളത് എന്നതാണ് ചോദ്യം. KSR പാർട്ട് 1, പാർട്ട് 2 എന്നിവയ്ക്ക് 1959 നവംബർ മാസം 1-ാം തീയതി മുതലാണ് പ്രാബല്യം ഉള്ളത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിനാൽ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ 1 നവംബർ 1959. അടുത്ത ചോദ്യം, ഡാഷ് അലവൻസ് ഈസ് ആൻ അലവൻസ് ഗ്രാൻഡഡ് ടു ആൻ ഓഫീസർ ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ necessitated in special circumstance in which duty is performed. ഒരു ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി വേണ്ടിവരുന്ന ചെലവുകൾക്കായി അനുവദിക്കുന്ന അലവൻസിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നതാണ് ചോദ്യം. ഇത്തരത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് വ്യക്തിപരമായി വേണ്ടിവരുന്ന ചെലവുകൾക്കായി അനുവദിക്കുന്ന അലവൻസിനെയാണ് കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറയുന്നത്. അതിനാൽ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി കോമ്പൻസേറ്ററി അലവൻസ്. KSR പാർട്ട് 1 റൂൾ 12 ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. ട്രാവലിംഗ് അലവൻസ്, യൂണിഫോം അലവൻസ്, പ്രോജക്റ്റ് അലവൻസ് എന്നിവ കോമ്പൻസേറ്ററി അലവൻസിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, എ പോസ്റ്റ് ക്രിയേറ്റഡ് ഫോർ എ ലിമിറ്റഡ് പീരീഡ് വിത്ത് ഡെഫിനിറ്റ് റേറ്റ് ഓഫ് പേ ഈസ് ഡാഷ്. ഒരു നിശ്ചിത കാലപരിധിയിലേക്ക് മാത്രം നിശ്ചിത ശമ്പളത്തോടെ രൂപീകരിക്കപ്പെടുന്ന തസ്തികകളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നതാണ് ചോദ്യം. ഇത്തരത്തിൽ നിശ്ചിത കാലാവധിക്ക് മാത്രം രൂപീകരിക്കുന്ന പോസ്റ്റുകളെ ടെമ്പററി പോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനാൽ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ടെമ്പററി പോസ്റ്റ്. അതായത് 5 വർഷത്തേക്കായി ഒരു തസ്തിക ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് സർക്കാർ ഉത്തരവായാൽ അതൊരു ടെമ്പററി പോസ്റ്റ് ആയിരിക്കും. എന്നാൽ കാലാവധി സൂചിപ്പിക്കാതെ സൃഷ്ടിക്കപ്പെടുന്ന തസ്തികകളെയാണ് പെർമനന്റ് പോസ്റ്റ് അഥവാ സ്ഥിരം തസ്തിക എന്ന് പറയുന്നത് എന്നത് ശ്രദ്ധിക്കുക. അതേസമയം ഒരു പ്രത്യേക കാലാവധിയിലേക്ക് മാത്രം ഒരാളെ നിയമിക്കുകയാണെങ്കിൽ അതിനെയാണ് ടെന്യൂർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായി ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്നത് സ്ഥിരം തസ്തികയാണെങ്കിലും വൈസ് ചാൻസലറായി ഒരാളെ നിയമിക്കുന്നത് ഒരു നിശ്ചിത കാലാവധിയിലേക്ക് മാത്രമായിരിക്കും. അതിനാൽ തന്നെ അത്തരം പോസ്റ്റുകളെ ടെന്യൂർ പോസ്റ്റ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സബ്സിസ്റ്റൻസ് അലവൻസ് ഈസ് ഈക്വൽ ടു ഡാഷ്. സബ്സിസ്റ്റൻസ് അലവൻസായി നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏതിന് തുല്യമായ തുകയാണ് എന്നതാണ് ചോദ്യം. KSR പാർട്ട് 1
റൂൾ 55 പ്രകാരം ഹാഫ് പേ ലീവിന് തുല്യമായ തുകയാണ് സബ്സിസ്റ്റൻസ് അലവൻസ് ആയി നൽകുന്നത്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, ഹാഫ് പേ ലീവ് സാലറി. KSR Part 3 Pension rules came into force from dash. KSR Part 3 എന്നു മുതലാണ് നിലവിൽ വന്നത് എന്നതാണ് ചോദ്യം. 1956 നവംബർ മാസം 1-ാം തീയതി മുതലാണ് പെൻഷൻ റൂളുകൾ, അതായത് KSR Part 3 നിലവിൽ വന്നത്. അതിനാൽ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി, 1 നവംബർ 1956. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സർവീസ് വിൽ കൗണ്ട് as ക്വാളിഫയിങ് സർവീസ് ഫോർ പെൻഷൻ? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സർവീസാണ് പെൻഷന് വേണ്ടി ക്വാളിഫയിങ് സർവീസായി പരിഗണിക്കുന്നത് എന്നതാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ റിട്ടയർമെന്റിന് ശേഷമുള്ള സർവീസ് പീരീഡ്, ബോയ് സർവീസ് പീരീഡ്, അപ്പൻഡിക്സ് 12 പ്രകാരമുള്ള LWA എന്നിവയൊന്നും തന്നെ പെൻഷന് വേണ്ടി പരിഗണിക്കുന്നതല്ല. എന്നാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ശേഷം എടുക്കുന്ന LWA പെൻഷന് കൗണ്ട് ചെയ്യുന്നതാണ്. അതിനാൽ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി, LWA വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അടുത്ത ചോദ്യം, ദ പ്രസന്റ് റേറ്റ് ഓഫ് കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ഈസ് ഡാഷ് പെർസെൻറ്റേജ്. നിലവിലെ ഉത്തരവുകൾ പ്രകാരം എത്ര ശതമാനമാണ് കമ്മ്യൂട്ട് ചെയ്യാവുന്നത് എന്നതാണ് ചോദ്യം. നിലവിലെ ഉത്തരവുകൾ പ്രകാരം സർവീസ് പെൻഷന്റെ 40% തുകയാണ് പരമാവധി കമ്മ്യൂട്ട് ചെയ്യാവുന്നത്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ, 40%. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും വളരെയധികം പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.